ഹലോ ഹായ്, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓണം സ്പെഷ്യൽ ഹെയർ ബാൻഡാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് OSB ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്. അതിലേക്ക് ഞാൻ ഒരു കട്ട് ബീഡ്സ് വെച്ചു. ഹാഫ് കട്ട് ബീഡ്സാണ് വെച്ചിരിക്കുന്നത്. അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അതിനൊന്ന് കവർ ചെയ്യുന്നത് ബോൾ ചെയിൻ വെച്ചിട്ടാണ്. ബോൾ ചെയിൻ പല കളറിൽ അവൈലബിൾ ആണ്. ഗോൾഡും ഇതിന് നന്നായിട്ട് ചേരും. ഞാനിവിടെ ഒരു ആൻറ്റിക്കിൻ്റെ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാനായിട്ട് 4 ചുറ്റും ഞാൻ കട്ട് ബീഡ്സ് കൊണ്ട്, ഹാഫ് കട്ട് ബീഡ്സ് 2 mm കട്ട് ബീഡ്സ് കൊണ്ട് അതൊരു ഫ്ലവറായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഗമ്മുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബോൾ ചെയിനൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ ഇളകി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫ്ലവറായിട്ട് ഹാഫ് കട്ട് ബീഡ്സ് കൊണ്ട് അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പിലൊന്നും ചിലപ്പോൾ ഇരിക്കില്ല. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് ഒരേ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ വരും. അത് ചെയ്യുമ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്ന ഫ്ലവറാണ് നമ്മളിത്. അപ്പോൾ ഇത് കുറച്ച് ചെയ്യേണ്ടി വരും. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഒന്ന് കാണിക്കുകയാണ്. ഇതുപോലെ ചെയ്യുന്നതെല്ലാം ഒരുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക, ഒരേ വലിപ്പത്തിലും സൈസിലും. കണ്ടില്ലേ? അപ്പോൾ ഞാനിത് കുറച്ച് ചെയ്തെടുത്തു. നോക്കിയേ, ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കുറച്ച് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മുടെ ബോയിലേക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നതാണ് കുറച്ച് സമയം എടുക്കുന്നത്, അല്ലാതെ വേറെ സമയമൊന്നും അധികം എടുക്കത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബോയ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലിപ്പമൊക്കെ നമുക്ക് മാറ്റി ചെയ്യാം കേട്ടോ. കാരണം കട്ട് ബീഡ്സിൻ്റെ സൈസ് പലതുണ്ട്, അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ ഞാനതെല്ലാം അടുക്കി അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം അത് ആ ബോയിലെ നമുക്ക് എത്ര വലിപ്പം വേണോ അത്രത്തോളം സൈസിന് ഞാനത് ചെയ്യുകയാണ്. ഇത് കുറച്ച് സമയം. പിന്നെ ഇത് നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്നത് OSB ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്. നമ്മൾ ഗമ്മിലിങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇളകിപ്പോകും. അത് ഇളകിപ്പോകുന്നതിൽ അത് ആ ഒരു സ്ലിപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്ന് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അതങ്ങ് ടൈറ്റായിട്ടിരുന്നോളും, പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓരോ ഫ്ലവറും വെച്ചതിന് ശേഷം നമുക്ക് ഫെൽറ്റ് ഷീറ്റ് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്തിട്ടില്ല. അതും നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്തു. വളരെ എളുപ്പമായിരുന്നു. നല്ല കാണാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, എന്ത് ഭംഗിയാ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.